ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറ്റ്സ് സംതിങ് പേഴ്സണൽ ദിസ് ടൈം. ഇറ്റ് ഇസ് പേഴ്സണൽ. അതും കൂടെ ഉണ്ട്. ഡ്യൂട്ടി എന്നുള്ളത് ഡ്യൂട്ടി. എനിക്ക് ചാക്കോച്ചനോടുള്ള സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ചാക്കോച്ചൻ്റെ മുത്തച്ഛനോടുള്ള എൻ്റെ ഒരു ആദരവിൽ നിന്നും തുടങ്ങാം. മാർട്ടിനാണെങ്കിലും അല്ലെങ്കിൽ ജിത്തു ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഈവൻ നമ്മുടെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന റോബി ആണെങ്കിലും ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ്. കണ്ണൂർ സ്ക്വാഡിന് ശേഷം റോബി വരുന്നു. ഈ ഹാസ്യത്തിന്റെ കാര്യത്തിൽ ഒരു അശ്ലീലം, ദ്വയാർത്ഥം, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ചാക്കോച്ചൻ വേറെ തരത്തിലുള്ള വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാനും ആലോചിച്ചു, ഇനി എനിക്കൊക്കെ ഇങ്ങനെ കിട്ടും. ഭയങ്കര മുൻമാതൃക, വല്ലാത്ത മുൻമാതൃക. അല്ല, ചാക്കോച്ചനൊക്കെ മാതൃകയായിട്ട് ഞാൻ സ്വീകരിച്ചു. അതുവരെ എന്താ ചാക്കോച്ചന്റെ പടങ്ങളിൽ ഞാൻ വരാത്തതെന്ന് വെച്ചിരുന്നാൽ ചാക്കോച്ചൻ തന്നെ ഡിഫറൻസിന് വേണ്ടി ട്രൈ ചെയ്ത് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്നെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വീണ്ടും കൊളാബറേറ്റ് സംഭവം വരട്ടെ. അപ്പൊ ഞാൻ ചാക്കോച്ചനായിട്ട് തമാശക്ക് പറയും, എവിടെ വെച്ചും കാണുമ്പോൾ ചാക്കോച്ചൻ, എനിക്ക് ചാക്കോച്ചന്റെ അച്ഛനായിട്ട് അഭിനയിക്കും, വരട്ടെ. ഇപ്പോ ചാക്കോച്ചന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഡീറ്റെയിൽസ് പിന്നീട് പറയാം. ഫാലിമിക്ക് മുമ്പാണെങ്കിൽ പോലും ജഗദീഷേട്ടൻ പല സിനിമകൾ കണ്ടിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഫാലിമി കണ്ടപ്പോൾ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചിങ്ങനെ ഫാമിലി മാത്രമല്ല, റോഷാക്കും വിളിച്ചു പറഞ്ഞായിരുന്നു. ഒരു സിനിമയും വേറെ സിനിമയും അല്ലെങ്കിൽ ഒരു കഥാപാത്രവും മറ്റൊരു കഥാപാത്രവും തമ്മിൽ ഏതെല്ലാം രീതിയിൽ വ്യത്യസ്തമാക്കാനായിട്ടുള്ള ശ്രമം അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പൊ ഞങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ എത്താനിരിക്കുന്നു. സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ജഗദീഷ് കുഞ്ചാക്ക ബോബൻ. രണ്ടുപേരുടെ ആദ്യം ജഗദീഷ് ഏട്ടൻ്റെ ഒരു പ്രഡിക്ഷനിൽ പോകുന്ന ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ജഗദീഷ് ഏട്ടൻ സിനിമയെക്കുറിച്ച് നടത്തുന്ന പ്രവചനം രീതിയിൽ ഭയങ്കര മാർക്കോ വരെ അല്ലേ വളരെ രസകരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ലെയറിൽ പോകുന്നൊരു സിനിമയാണ്. എന്താണ് ഓഫീസറിനെ കുറിച്ചൊരു ഒരു തലവാചകമായിട്ട് ജഗദീഷ് ഏട്ടൻ പറയാവുന്നത്? അല്ല, മനീഷ് പറഞ്ഞാൽ തന്നെ ഉണ്ട്, ഇമോഷണൽ, ഇൻറ്റൻസ്, ഡ്രാമ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് പോലീസുകാരുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം എൻ്റെ വൈഫ് വഴിയുള്ള എത്രയോ കേസ് അന്വേഷണം. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഒരു പരിധിവരെ പോലീസ് ഓഫീസേഴ്സിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്ഷം നിൽക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇൻറ്റൻസ് ഇമോഷണൽ ഡ്രാമ എന്ന് പറയുമ്പോൾ കുടുംബസ്ഥനാണ് നായകൻ. അപ്പോൾ കുടുംബസ്ഥൻ്റെ ഒരു ഡ്യൂട്ടി നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അത് എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിമ്പിളായിട്ട് പറഞ്ഞു. ചാക്കോച്ചി, ഇതിൽ നമ്മൾ നേരത്തെ നായാട്ടിൻ്റെ സമയത്തും ഷാഹി ആയിരുന്നു ഉണ്ടായിരുന്നത്. മാർട്ടിൻ ഡയറക്ടറും പ്രൊഡക്ഷനിലുണ്ട്. അതിൽ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിട്ടും സുപ്പീരിയർ ഓഫീസറായിട്ടും ജിത്തു അഷ്റഫ് ഉണ്ട്. സെയിം ടീമിൻ്റെ കൂടെയാണ്. ആ സമയത്തും പറഞ്ഞിട്ടുണ്ട് ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കംഫർട്ടും അതിൻ്റെ രസവും. ഈ സിനിമയുടെ കാര്യത്തിൽ 2 ലെയറിൽ പോകുന്ന ക്യാരക്ടറാണല്ലോ. അതൊരു സൂപ്പർ കോപ്പ് അല്ല, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, അതിൻ്റെ ട്രോമകൾ പിന്തുടർന്ന് വരുന്നുണ്ട്. എന്നാൽ ഡേ ടു ഡേ ചെയ്യാനുള്ള വലിയ ടാസ്കുകളുണ്ട്. എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും പറയാനുള്ളത്? ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ നായാട്ട് എന്നുള്ള സിനിമയിലെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് ഇതിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ആണെന്ന വ്യാജ അത് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇതിലെ ക്യാരക്ടർ അത് നമ്മൾ സാധാരണ കാണുന്ന ഒരു പോലീസുകാരൻ തന്നെയാണ്. അത് മനുഷ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹരിശങ്കർ മനീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സൂപ്പർ കോപ്പ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഒരിക്കലും നമുക്ക് പെടുത്താൻ പറ്റാത്ത, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ ജെന്യുവനായിട്ടുള്ള എഫേർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഒരു അവസരത്തിൽ പുള്ളി ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇതൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറ്റ്സ് സംതിങ് പേഴ്സണൽ ദിസ് ടൈം. ഇറ്റ് ഈസ് പേഴ്സണൽ. അതും കൂടെ ഉണ്ട് ഈ ഡ്യൂട്ടി എന്നുള്ളത്. അതെ. അപ്പോൾ അത് ഒരു അയാളുടെ ഒരു ഒഫീഷ്യൽ ലൈഫിൽ അയാൾക്ക് ചില കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ് മാറ്റി ചെയ്യേണ്ടി വരും. പക്ഷെ അത് എത്രത്തോളം അയാളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചും കൂടെ ലെയർഡായിട്ട് നമ്മൾ ഈ സിനിമയിലോട് പറഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ കണ്ട് വന്നിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു പോലീസ് കഥാപാത്രമല്ല എന്ന് ഹരിശങ്കർ എന്നുള്ളത് വളരെ ഒരു ഉറപ്പോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം
അങ്ങനത്തെ ഒരു ടീം, ഒരു ക്രിയേറ്റീവ് ടീം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം മാർട്ടിനാണെങ്കിലും അല്ലെങ്കിൽ ജിത്തു ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഈവൻ നമ്മുടെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന റോബി ആണെങ്കിലും ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ്. അതെ, കണ്ണൂർ സ്ക്വാഡിന് ശേഷം അതെ റോബി വരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. ആ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് എങ്ങനെ വേണം, അതിൻ്റെ ഒരു മീറ്റർ എങ്ങനെ വേണം എന്നതിനെ പറ്റി വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു ക്രിയേറ്റീവ് ടീം കൂടെ ഉള്ളത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലസ് നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതായത് സീനുകൾ, അത് റിയൽ ലൈഫ് സീനുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇൻസിഡൻസ് തന്നെയാണ്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം എൻ്റർടൈനിങ് ആയിട്ട്, അത് ഏത് രീതിയിലും ആവാം, ഒരു ത്രില്ലർ ഒരു ഫാക്ടറിലൂടെ ആവാം, അല്ലെങ്കിൽ ഇമോഷണൽ സൈഡിലൂടെ ആവാം. ആ രീതികളിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ജഗദീഷയുടെ ഒരു കാര്യമുള്ളത്, നേരത്തെയും ചാക്കോച്ചൻ ജഗദീഷ് കോമ്പിനേഷനിൽ ഒരുപാട് ക്യാരക്ടേഴ്സും സിനിമകളും വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മുൻപ് ചെയ്തതിൽ കൂടുതലും ഈ പറഞ്ഞ കുറച്ചുകൂടി ഫണ്ണുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹ്യൂമർ ഇല്ല. ഇപ്പം ഞാൻ ഇതിൽ തന്നെ ഒരു സ്പെസിഫിക് സീൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ഉള്ളതാണെന്ന് മാത്രമല്ല, രണ്ടുപേരും ഒരു വൈകാരിക തീവ്രതയിൽ നിൽക്കുന്ന രീതിയിലാണ് പോകുന്നത്. രണ്ടുപേർക്കും അവരുടെ ഉള്ളിൽ വലിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, അഗ്നിപർവ്വതം പോലെ നിൽക്കുന്ന രണ്ടുപേരായിട്ടുള്ള ക്യാരക്ടറും അതിൽ ഇമോഷൻസും അതിങ്ങനെ ക്യാമറ ചേസ് ചെയ്തെന്നൊരു സംഗതിയിൽ. അപ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങളുടെ കോമ്പിനേഷനിൽ പോലും ഇങ്ങനൊരു സിനിമയും അത്തരം സീനുകളും അങ്ങനെ ഒരു കഥാപാത്ര സൃഷ്ടി ആദ്യമല്ലേ? അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ചുരുക്കി പറയാം. കാരണം വെച്ചാൽ എനിക്ക് ചാക്കോച്ചനോടുള്ള സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ചാക്കോച്ചൻ്റെ മുത്തച്ഛനോടുള്ള എൻ്റെ ഒരു ആദരവിൽ നിന്നും തുടങ്ങാം. ഉദയയുടെ 90% ഫിലിംസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉദയ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഉദയ സ്റ്റുഡിയോ, മെർലാൻഡ് സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ക്ഷേത്രത്തിൽ പോകുന്ന ഫീലിംഗാണ്. അതൊരു ആടൻ സിനിമ ഫാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഈ ബോബൻ കുഞ്ചാക്കോ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ പാട്ട് പാടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ചാക്കോച്ചനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ആദ്യത്തെ പടവും അവിടെ നിന്നാണല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ധന്യയിലുണ്ടായിരുന്നില്ലേ? ധന്യയിലുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇങ്ങനെ പിന്നെ ഇല്ല നക്ഷത്ര താരാട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. രണ്ടാമത്തെ അനിയത്തിപ്രാവ് കഴിഞ്ഞിട്ട്. അതെ, ആ സമയത്ത് തന്നെ നമ്മൾ നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ചാക്കോച്ചന്റെ ശ്രമങ്ങളും എൻ്റെ ശ്രമങ്ങളും യഥാർത്ഥത്തിൽ പാരലായിട്ട് പോവാണ്. സിമിലാരിറ്റി ഉണ്ട്, പാരലായിട്ട് പോവാണ്. ചാക്കോച്ചനും ഈ ചോക്ലേറ്റ് ബോയിൽ നിന്നും മോചനം നേടണമെന്നുള്ള ആഗ്രഹവും ശ്രമങ്ങളും ചാക്കോച്ചൻ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്ത് ചാക്കോച്ചൻ കുറച്ചുനാൾ ചെയ്തില്ല. ഞാൻ അതേപോലെ എനിക്ക് ഇതേപോലെ വരുന്നതെല്ലാം കോമഡി. അപ്പോൾ അതിനകത്ത് ക്രിറ്റിസിസവും നേരിടണം. ഇയാളെല്ലാത്തിലും ഇയാൾക്ക് ഇത് മാത്രമേ വരുള്ളൂ എന്നുള്ള വിമർശനവും കേൾക്കണം. എന്നിട്ട് എല്ലാം നായകൻ്റെ കൂട്ടുകാരൻ കോമഡി എന്ന് പറഞ്ഞാൽ ജഗദീഷിനെ വിളിക്കും. ജഗതി ചേട്ടനെ, ഇന്നസെൻ്റ് ചേട്ടനെ, നെടുമുടി വേണുവിനെ കണ്ടു പഠിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ വേഷങ്ങൾ കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ചാക്കോച്ചനിടയ്ക്ക് ഗ്യാപ്പ് എടുത്തോളം ഞാൻ ടി വിയിലേക്ക് കുറേ നാൾ പോയി. അവിടെ ചെന്ന് എൻ്റെ ആഗ്രഹങ്ങൾ തീർത്തു. പാട്ടുപാടുക, സീരിയസ് ആയിട്ടുള്ള ആക്ടിങ്ങിനും കോമഡിയൊക്കെ ജഡ്ജ് ചെയ്യുക, അതിനെക്കുറിച്ചുകൂടെ അതിലൊരു ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു കണ്ടത് ടെലിവിഷൻ പ്രോഗ്രാമിലാണ്. അല്ലെ, ചിലപ്പോൾ അത് കാരണം വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയാം റിയലിസ്റ്റിക് ആയിട്ട്. കാരണം വെച്ചെന്നാൽ എനിക്കും ഇപ്പോഴും ഈ ഹാസ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു അശ്ലീലം, ദ്വയാർത്ഥം അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ഹ്യൂമറിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സംവിധായകനുമായിട്ട് വളരെ മുഷിഞ്ഞ് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ മാത്രമേ സംവിധായകനുമായിട്ട് ഏതെങ്കിലും പടത്തിൽ അങ്ങനെ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പം എനിക്ക് പ്രശ്നം വന്നിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നക്ഷത്ര താരാട്ട് നല്ല രസമായിട്ട് പോയൊരു സിനിമ. ഷൂട്ടിങ്ങും എൻജോയ് ചെയ്താണ്. ശങ്കർ വാളത്തുങ്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ നമുക്കത് നല്ല വിജയം. രണ്ടാമത്തെ പടമാണ്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നും രാവിലെ എനിക്ക് സീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും PTP നാട്ടിലുള്ള വീട്ടിൽ ഞാൻ അവിടെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഒരു രീതി. അവർ രാവിലെ തൊട്ടും വൈകുന്നേരം വരെ. ഇപ്പൊ കോളേജിൽ നമ്മൾ വിദ്യാർത്ഥി ആയിരിക്കുന്നത് രാവിലെ വൈകുന്നേരമല്ലേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും PTP നാട്ടിലെ വീട്ടിൽ ഞാൻ ഓൺ ഡ്യൂട്ടിയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞല്ലേ, ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ട്. അതിനുശേഷം ചാക്കോച്ചൻ ഇങ്ങനെ പാരലായിട്ട് പോയി ചാക്കോച്ചൻ വേറെ തരത്തിലുള്ള വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാനും ആലോചിച്ചു, ഇനി എനിക്കൊക്കെ ഇങ്ങനെ കിട്ടും. ഭയങ്കര മുൻമാതൃക, വല്ലാത്ത മുൻമാതൃക. അല്ല, ചാക്കോച്ചനൊക്കെ മാതൃകയായിട്ട് ഞാൻ സ്വീകരിച്ചു. ചാക്കോച്ചൻ ചോക്ലേറ്റ് ബോയ് എന്നൊക്കെ ആൾക്കാർ കളിയാക്കി, സുന്ദരൻ എന്ന് കളിയാക്കല്ല, റിയലായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ചാക്കോച്ചൻ പല്ലൊക്കെ വെച്ചിട്ട് വരുന്നു. ചാക്കോച്ചൻ ഇമേജ് അങ്ങ് ഷെഡ് ചെയ്യാൻ തുടങ്ങി.
അതൊരു നല്ല കാര്യമാണ്. ചാക്കോച്ചൻ കഥ കേൾക്കുമ്പോൾ തന്നെ ആ യൂഷ്വൽ കഥയായിട്ട് പോയവരെ പലരെയും റിജക്റ്റ് ചെയ്തു. അതെ. അപ്പം അങ്ങനെ ആ മാതൃക വന്നപ്പോൾ ചാക്കോച്ചൻ അപ്പോഴും നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ വേറെ രസം, സത്യം ശിവം സുന്ദരത്തിൽ ചാക്കോച്ചൻ്റെ കൂട്ടുകാരനായിട്ട് ഇട്ടു. കൂട്ടുകാരനായിട്ട് ഇട്ടിട്ട് റാഫിക്ക് ഒരു ചെറിയ സംശയം, കൂട്ടുകാരനായിട്ട് ഇട്ടിട്ട് ജഗദീഷിന് പ്രായ കൂടുതലുണ്ട്, ചാക്കോച്ചൻ്റെ പ്രായമല്ല, ചാക്കോച്ചൻ വെരി യങ്ങാണ്. അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറയുന്നിടത്ത് ചാക്കോച്ചനോട്ട് എഴുതി ചേർത്തു, അമ്മാവോ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുക. കൂട്ടുകാരനെ അമ്മാവൻ എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ഉടൻ തന്നെ ഞാൻ ചൂടുന്നായിട്ട് ഞാൻ അമ്മാവനൊന്നുമല്ല എന്ന് പറയുന്നതായിട്ട് സീൻ എഴുതി ചേർത്താണ്. അവർക്കൊരു ചെറിയ കോൺഫിഡൻസ്, കൂട്ടുകാരനായിട്ട് ചാക്കോച്ചൻ്റെ കൂട്ടുകാരനായിട്ട് അത്ര ചെറുപ്പം അല്ലല്ലോ ജഗദീഷ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി എനിക്കും വേറെ വേഷങ്ങൾ, അപ്പോൾ ലീല തുടങ്ങി, റോഷാക്ക് തുടങ്ങി, അങ്ങനെ അതിൽ എനിക്ക് പിന്നെ ഒരു ചാക്കോച്ചനുമായിട്ട് നമ്മളൊരു അടുപ്പം തുടങ്ങുന്നത് ഫാലിമി കണ്ടിട്ട് ചാക്കോച്ചൻ നേരിട്ട് വിളിച്ചിട്ട് ചാക്കോച്ചൻ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ചാക്കോച്ചൻ ഈ നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാക്കോച്ചൻ്റെ മനസ്സ്. അപ്പോൾ അതുവരെ എന്താ ചാക്കോച്ചൻ്റെ പടങ്ങളിൽ ഞാൻ വരാത്തതെന്ന് വെച്ചിരുന്നാൽ ചാക്കോച്ചൻ തന്നെ ഡിഫറൻസിന് വേണ്ടി ട്രൈ ചെയ്ത് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്നെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ വീണ്ടും കൊളാബറേറ്റ് സംഭവം വരട്ടെ. അപ്പൊ ഞാൻ ചാക്കോച്ചൻ്റെ തമാശക്ക് പറയും, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും, ചാക്കോച്ച എനിക്ക് ചാക്കോച്ചൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കും, വരട്ടെ. ഇപ്പോൾ ചാക്കോച്ചൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം വരുന്നുണ്ട്, ഡീറ്റെയിൽസ് പിന്നീട് പറയാം, ഇപ്പോഴൊന്നും അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഒരു ആൾ വന്ന് ചാക്കോച്ചൻ്റെ കഥ പറഞ്ഞു, ഓക്കെ ആയി, അയാൾ എൻ്റെ അടുത്തും സൂചിപ്പിച്ചു, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു. അതിൽ അച്ഛനാണ്, അതെ പ്രൊമോഷനായി. അതിൽ ജഗദീഷ് ചേട്ടൻ്റെ കാര്യം, ജഗദീഷിൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഇമേജിൽ തളയ്ക്കപ്പെട്ട ആൾക്കാർ, അഭിനേതാക്കൾ, അവർക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവും ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് സിനിമകൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എവല്യൂഷൻ, ആ ഒരു ലിബറേഷൻ ഉണ്ടല്ലോ, അത് മറ്റുള്ളവരിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാറുണ്ട്. അപ്പം ഫാലിമിക്ക് മുമ്പാണെങ്കിൽ പോലും ജഗദീഷ് ചേട്ടൻ്റെ പല സിനിമകൾ കണ്ടിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഫാലിമി കണ്ടപ്പോൾ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ വിളിച്ചിങ്ങനെ ഫാമിലി മാത്രമല്ല റോഷാക്കും വിളിച്ചു പറഞ്ഞായിരുന്നു. അതെ, അപ്പം ആ രീതിയിൽ ജഗദീഷ് ചേട്ടൻ എന്നുള്ളൊരു നടൻ്റെ ഒരു എവല്യൂഷൻ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങൾ ഇതില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഭിനയം വാച്ച് ചെയ്യാനുള്ള അവസരം കിട്ടി. ഈ ചാക്കോച്ചൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോംപ്ലക്സ് ക്യാരക്ടറാണ്. ഒരു ഇപ്പം മനീഷ് ആദ്യം പറഞ്ഞല്ലോ, ഒരു ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ജഗദീഷ് പറയുന്നത് ശരിയായി ഭവിക്കുന്നൊക്കെ പറഞ്ഞു. അതല്ല, സത്യസന്ധതയാണ് അവിടെ വിജയിക്കുന്നത്, അല്ല എൻ്റെ പ്രഡിക്ഷനുള്ള പവറല്ല. ഇവിടെ ചാക്കോച്ചൻ്റെ ഏറ്റവും ടഫസ്റ്റ് റോളാണ് ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് റോളാണ്. അത് വിജയിച്ചിട്ടുണ്ടോ വിജയിച്ചില്ലെന്ന് നമ്മളല്ല പറയേണ്ടത്, പക്ഷെ വെരി ടഫ് റോൾ. കാരണം ഉള്ളിലുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം, എന്നാൽ കൂടെ ഉള്ളവർക്ക് മനസ്സിലാകാൻ പാടില്ല, അല്ലെങ്കിൽ ചിലത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കി, ഉള്ളിലുള്ളത് ഡയലോഗിലൂടെ പറയാം, ഡയലോഗിലൂടെ എന്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ആത്മസംഘർഷം എന്ന വാക്കാണ് കറക്റ്റ്. ആത്മസംഘർഷമുള്ള സർക്കിൾ ഇൻസ്പെക്ടർ എന്നല്ല വിളിക്കേണ്ടത്, അതിന് വേറെ കാര്യമുണ്ട്, അത് കഥ ഞാൻ പറയുന്നില്ല. സർക്കിൾ ഇൻസ്പെക്ടർ അല്ല, അപ്പോൾ ചോദിക്കും CID അങ്ങനെയൊന്നുമല്ല. പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇപ്പം ഹരിശങ്കർ ഒരു ആത്മസംഘർഷത്തിലാണ് ഏത് കേസ് അന്വേഷണത്തിലും. ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻ്ററി സ്റ്റൈലിലല്ല, തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണുമ്പോൾ ഇനി എന്ത് എന്നറിയാൻ താല്പര്യമുള്ള രീതിയിലുള്ള ഒരു ത്രില്ലറിൻ്റെ പേസ് ഉണ്ട്. ആ പേസ് ഈ ജഗദീഷ് ചേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ട മൊമെൻറ്റിലൊക്കെ ഇത്രയും പ്രശ്നഭരിതമായ മുഹൂർത്തങ്ങളാണോ ഇയാൾ ഫേസ് ചെയ്യുന്നതെന്ന് തോന്നുന്ന ഒരു തുടർച്ചയാണ്. എന്നാൽ അവിടെയൊക്കെ ഒരു സസ്പെൻസ് ഡ്രാമ സ്വഭാവത്തിലാണ്. എനിക്ക് തോന്നുന്നത് നായാട്ടിന്റെ ഒരു ടോണിലല്ല, നായാട്ടിന്റെ ഈ പറഞ്ഞൊരു സർവൈവൽ എന്നുള്ളതായിരുന്നു. നായാട്ടിന്റെ ഒരു ടോണും അല്ല, അതിന്റെ ഒരു പേസിംഗും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ ഇത്ര ആന്തരിക സംഘർഷമുള്ള ആത്മസംഘർഷമുള്ള ഒരു ക്യാരക്ടർ ശരിക്ക് ഒരു വല്ലാത്തൊരു ചാലഞ്ചാണല്ലോ ഈ സംഗതി. ഇപ്പം നമ്മൾ ഈ നേരത്തെ പിന്നെ ഇതിൽ രതീഷിനൊപ്പം സിനിമ ചെയ്ത സമയത്താണെങ്കിലും ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോർട്ട് റൂം ഡ്രാമയിലേക്കാണ് പോകുന്നത്. ഇത്രയധികം എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ തുടർച്ചയായിട്ട് സംഭവിക്കുന്നൊരു ക്യാരക്ടർ അല്ലായിരുന്നു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് അതിലും വലിയ ഓൾറെഡി എടുത്ത ചാലഞ്ചിന്റെ ഒരു ഇരട്ടി ചാലഞ്ചുള്ള റോളാണല്ലോ വരുന്നത്. ഇത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പരിചിതമായിട്ടുള്ള ഒരു മേഖലയല്ല ശരിക്കും. പോലീസ് അല്ലെങ്കിൽ അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു ത്രില്ലേഴ്സ് അല്ലെങ്കിൽ പോലീസ് സ്റ്റോറീസ്, അത് സിനിമകളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വായനകളിലൂടെ ആണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ടീമിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാളുടെ ഒരു ഇമോഷണൽ ട്രാവൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് അല്ലെങ്കിൽ കൺവേ ചെയ്ത് തരാനായിട്ട് ഷാഹിക്കാണെങ്കിലും അല്ലെങ്കിൽ ജിത്തുവിനാണെങ്കിലും സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം ഈ പറയുന്ന ഒരു കഥാപാത്രത്തിലേക്ക് ക്രോഡീകരിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം, ഒരു വളരെ ജെന്യുവനായിട്ടുള്ളൊരു എഫേർട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവൽ എന്ന് പറയുന്നത് ഭയങ്കര വേരിയേഷൻസ് ഉള്ളതാണ്. ശരിക്കും നമ്മുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ പോകുന്ന പോലെ തന്നെ പോവുകയും ഒരു സമയത്ത് ദ ടഫസ്റ്റ് ഗൈ എന്ന് തോന്നുന്ന ആൾ വേറെ സമയത്ത് ഏറ്റവും ഇമോഷണലി ഫ്രജൈലായിട്ടുള്ള ആളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാനുഷികമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഹരിശങ്കറിനെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ രീതിയിൽ പുള്ളി വേറെ രീതിയിൽ ലെവലിലേക്ക് അയാളെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു ക്യാരക്ടറിൻ്റെ പവറും അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ഇമോഷൻസിനുമാണ്. മോർ ഓവർ ദാൻ അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനപ്പുറം ആ ഒരു ഇമോഷണൽ ഒരു ജേർണി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടിയുള്ള എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ തന്നെ ഈ ഒരു തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത മൊമെന്റ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഷ്വലി കാണുന്ന സമയത്ത് ഇപ്പം അങ്ങനെ പലതരം ഉണ്ടല്ലോ. ഒരു നമ്മൾ അതേസമയം തന്നെ ഈ ഒരു പോലീസുകാർക്ക് മേൽ പറയുന്ന എല്ലാതരം മോശം സ്വഭാവങ്ങളുടെയും മൊമെൻ്റൊക്കെ വരുന്ന സീക്വൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇത് മാറിയും മറഞ്ഞും ചെയ്യേണ്ടി വരുമല്ലോ. ഇന്ന് ചെയ്ത് വളരെ കംഫർട്ടായിട്ട് ഒന്ന് സെറ്റ് ചെയ്തൊരു ക്യാരക്ടറിനെ പോലെ ആയിരിക്കില്ല അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടി. ഈ പറഞ്ഞ ഇത്രയും ട്രാൻസ്ഫോർമേഷൻസ് വരുന്ന സമയത്ത് ശരിക്കും മറ്റേതിൽ നായാട്ടിൽ ശാരീരികാധ്വാനം കൂടിയുള്ളിടത്ത് ഇപ്പോൾ മാനസികാധ്വാനം അതിൻ്റെ 4 ഇരട്ടി. കുറച്ചധികം നമ്മൾ ഒരു ലീനിയറായിട്ട് തന്നെയാണ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരു പരിധി വരെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ചില സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിടുമ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ഒരു സീനിന് മുമ്പ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സീനിലോട്ട് അല്ലെങ്കിൽ ആ ഷോട്ടിലോട്ട് പോകുന്നത്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. അതായത് നമ്മളൊരു സീനിലേക്ക് ഒരു ഷോട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഡ്രസ്സ്, ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഇട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ കാണുന്ന നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ്, അവരുടെ ഒരു പ്രസൻറ്റേഷൻ, അവരുടെ ഒരു ഡെലിവറി, ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങൾ, ഇമോഷൻസിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നു എന്നതിനപ്പുറം ഈ ഒരു പ്രോസസ്സിൽ ഞാൻ വിശ്വസിക്കാറുണ്ട്. ആ ഒരു ആംബിയൻസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വരിക എന്നുള്ളത് അത് തന്നെ ഈ ക്യാരക്ടറിലേക്ക് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. ഈ സെയിം കാര്യം ജഗദീഷേട്ടനോട് ചോദിച്ചാൽ ഇപ്പോൾ 2016 ലീല തങ്കപ്പൻ നായർ ക്യാരക്ടർ വരുന്ന ആളുകൾ ഒന്ന് ഷോക്ക്ഡായിരുന്നു. എന്നാൽ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം കൊണ്ടും പെർഫോമൻസ് കൊണ്ടും. കാരണം വെച്ചാൽ നമ്മളത് മുൻപ് കണ്ടൊരു കഥാപാത്രമല്ല സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, ആർക്കിൻ്റെ കാര്യത്തിൽ മുൻപ് കണ്ട ജഗദീഷുമല്ലാന്ന്. അതേസമയം തന്നെ സുഭാൻ നായർ സാറിൻ്റെ ക്യാരക്ടറിൽ വേറൊരു വേർഷൻ കണ്ടിട്ടുണ്ട്, തലയൊക്കെ മുണ്ടനം ചെയ്ത് വേറൊരു ഭയങ്കര ജലാംശത്തിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്. പക്ഷേ 2017, 18 അങ്ങനെ 22 വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം ഒരു പടം ചെയ്ത ജഗദീഷുണ്ട്, ഒരു വർഷം പടം തൊട്ട് മുന്നത്തെ വർഷം ചെയ്തിട്ട് അങ്ങനെ കുറഞ്ഞ പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അന്നൊരു നമ്മൾ വേണമെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ റോളൊക്കെ പറയാവുന്ന ഇതാണ് ലീല. പിന്നെ റോഷാക്ക് ആണ് ഇതുപോലെ സർപ്രൈസ് ചെയ്ത് വരുന്നു, റോഷാക്ക് വരുന്നു, കസബ വരുന്നു. പിന്നെ ക്യാരക്ടർ റോളിൽ ജഗദീഷേട്ടൻ്റെ ഒരു യുണീക്നെസ് ഇത് ചെയ്യുക. ഇപ്പം ഇതിലാണെങ്കിൽ പോലും ജഗദീഷേട്ടൻ വരുമ്പോൾ ആളുകൾക്ക് പുതിയതെന്തോ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമയുടെ കാര്യത്തിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപ്രോച്ചിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? എന്താണ് ഒരു അല്ല, ഇതിനകത്ത് ഈ കാലം മാറുന്നതിനനുസരിച്ച് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏത് സിനിമയിലായിരുന്നാലും അല്ലേ, അതിൻ്റെ സമീപനത്തിൽ. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകർ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയി. അപ്പം പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റാണെന്നുള്ളത് പ്രേക്ഷകന് അറിയില്ലായിരുന്നു പലപ്പോഴും. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാലഘട്ടത്തിലൊന്നും അറിയപ്പെടും. ഇന്ന് നദി എന്ന് പറഞ്ഞൊരു സിനിമ, അന്ന് അത് മതി. വിൻസെൻ്റ് മാഷ് തന്നെ ഒറിജിനലായിട്ട് ആലുവ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഫ്ലോറും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വള്ളമൊക്കെ. അന്ന് ഞാൻ കണ്ടിട്ട് എനിക്ക് വള്ളം എവിടെ വെച്ചെടുത്തു എന്താണെന്നൊന്നും എനിക്കറിയില്ല. കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ കണ്ട പടമാണ്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം അത് സെറ്റാണെങ്കിൽ സെറ്റാണെന്ന് തോന്നിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ അഭിനയത്തിൽ ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ വന്നുള്ള മാറ്റം അത് പ്രേക്ഷകനെന്ന നിലയിൽ ഞാൻ കുറേ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകനെന്ന രീതിയിൽ ഒരു അഭിനേതാവെന്ന നിലയിലും പ്രേക്ഷകനെന്ന നിലയിലും പ്രേക്ഷകൻ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനങ്ങളെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അതല്ലാതെ ഓവർഡു ചെയ്യേണ്ട, ഒരു നോട്ടത്തിന്
നമ്മൾ ആ വളരെ കാഷ്വലായിട്ട് ക്യാമറ കണ്ണുകൾ നമ്മുടെ കണ്ണുകളെ വളരെ സൂക്ഷ്മമായി ഒപ്പിയെടുക്കുമ്പോൾ അത് കണ്ണ് വലുതാക്കേണ്ട കാര്യമില്ല, പുരികം അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള അത്തരത്തിലുള്ള തിരിച്ചറിവ് എനിക്ക് പ്രേക്ഷകൻ എന്ന രീതിയിൽ തന്നെ എൻ്റെ കഥാപാത്ര ആവിഷ്കാരത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നാടകരംഗത്തും തിയേറ്ററിൽ നിന്നും വന്ന ആളാണ് ഞാൻ. ശങ്കരപ്പിള്ള സാറിൻ്റെയും വയലാവാസൻപിള്ള സാറിൻ്റെയും ഒക്കെ നാടക സമിതിയിലൂടെ വന്ന ആളാണ്. അന്ന് ഞാൻ ഈ നെഗറ്റീവ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മൈ ഡിയർ കുട്ടിച്ചാത്തന് പകരം അല്ലെങ്കിൽ ഓർഡർ ദ മാവ് ആളറിയാം എന്ന ചിത്രത്തിന് പകരം ഞാനൊരു സീരിയസ് വേഷത്തിലാണ് വന്നിരുന്നതെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഭാവി മറ്റൊന്നായിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സീരിയസ് വേഷങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമായിരുന്നു. പക്ഷേ ഈ കോമഡിയിൽ കുറച്ചൊരു ലൗഡ് ആക്ടിങ്, എപ്പോഴും സ്പീഡിൽ ഡയലോഗ് പറയുക, അങ്ങനെയുള്ള അതെല്ലാം മാത്രമല്ല അക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ റിപ്പീറ്റ് ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി ആവർത്തിക്കുന്നു എന്നുള്ളൊരു അതാണ്. സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പിന്നെ സംവിധായകരെയും തിരക്കഥാകൃത്തുകളെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെയാണ് മാറ്റത്തിന് വേണ്ടി രഞ്ജിത്ത് ലീലയിൽ അല്ലെങ്കിൽ ജലാംശം ഒരു മാറ്റം ജഗദീഷിനെ കൊണ്ട് ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാകും, ജഗദീഷ് ചെയ്യുമോ എന്നുള്ളതല്ല, ജഗദീഷിനെ കൊണ്ട് ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് റോഷാക്കിനെ എടുത്തു പറയണം. കാരണം ഈ ജലാംശവും കസബയും ലീലയ്ക്കും ശേഷം ഏറ്റവും നല്ലൊരു കമേഴ്സ്യൽ ബ്രേക്ക് എന്ന് പറയുന്നത് റോഷാക്കാണ്. അത് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഫോണിൽ കൂടെയാണ് കഥ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 1.5 മണിക്കൂർ വിളിച്ച് നിസാം ബഷീറും പിന്നെ നമ്മുടെ സമീറും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് തന്നെ വെച്ചിരുന്ന വേഷമാണ്. അതെ, ചേട്ടനെ വെച്ചിരുന്ന വേഷം തന്നെയാണ്. വളരെ സന്തോഷം. പക്ഷേ അവർ എൻ്റെ ഓരോ ചലനങ്ങളെയും ഒരു സംവിധായകൻ എന്ന നിലയിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ. എൻ്റെ ഏതെങ്കിലും രീതിയിൽ ഒരു സ്കൂട്ടറിൽ നിർത്തിയിട്ട് ഞാൻ നടന്നു പോകാൻ നേരത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. അന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അഷ്റഫ് മറക്കരുത് അഷ്റഫ് എന്ന് പറഞ്ഞു. കാരണം അല്പം പോലും സ്പീഡ് കൂടാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ജിത്തു അഷ്റഫ് എന്ന സംവിധായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി ഓരോ കാര്യത്തിലും പുള്ളിക്ക് എന്താ വേണ്ടെന്നുള്ള വ്യക്തമായ ധാരണയാണ്. അത് ചാക്കോച്ചനും ഞാനും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിന്നു കൊടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വേണ്ടതിനേക്കാൾ കൂടുതൽ എന്ത് വേണ്ട പിന്നെ മാന്യനായിട്ടുള്ള സംവിധായകനാണ്. മൈക്കിൽ വിളിച്ച് പറയാം, അതങ്ങനെയല്ല എന്ന് വിളിച്ചു, അത് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞില്ല. ചാക്കോച്ചൻ്റെ അടുത്താണെങ്കിലും എൻ്റെ അടുത്താണെങ്കിലും പുതിയൊരാളാണെങ്കിലും പുതിയൊരു ആളാണെങ്കിൽ പോലും അവിടെ ചെന്ന് മാറ്റി നിർത്തി വളരെ സ്വകാര്യമായിട്ട് അവരോട് എന്താണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു എക്സ്പ്രഷനെ കാണാം, അത്രയും കൈയെടുക്കണ്ട, കാലെടുക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സ്പ്രഷൻ കാണാം. പക്ഷെ ആ പുതിയ ചാക്കോച്ചൻ പറഞ്ഞ കറക്റ്റാണ്, പുതിയ ആക്ടറിൻ്റെ അടുത്ത് പോലും ചെന്ന് രഹസ്യമായി ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യണ്ട. ഇത് ചാക്കോച്ചൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒക്കെ തന്നെ, ചേട്ടാ ഒരു വർഷം കൂടെ ചെയ്യണം, ഇത് ഓക്കെയാണ്, പക്ഷെ എനിക്കൊന്നുകൂടെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, എത്ര വർഷം വേണമെങ്കിലും എടുത്തോളൂ. ഭ്രമം എന്ന ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഈ ജിത്തു അഷ്റഫ്. ഡബ് ചെയ്യിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഡബ് ചെയ്യുമ്പോൾ ഒരു ടേക്ക് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഇത് ഓക്കെയാണ്, പക്ഷേ എനിക്കൊരു ഒരു വർഷം കൂടി തരുമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു 2 വർഷം തരാം, നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തോളൂ. നമുക്ക് 2 വർഷം നമ്മളെ ഒരു ചലഞ്ച് തരുകയല്ലേ, നമ്മളൊരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്. ഒരു 3 വർഷം തരാൻ പറഞ്ഞാൽ നമ്മൾ 3 എണ്ണം, 3 ഒരുപോലെ ഇരുന്ന കാര്യമില്ല. അപ്പോൾ നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വരുത്താൻ ശ്രമിക്കുക. അതിൽ ചേട്ടാ ലാസ്റ്റ് ഓക്കെ, നമ്മൾ ഓക്കെ, നിങ്ങൾ ഫിക്സ് ചെയ്തുള്ളൂ, ഇപ്പം ഞാനല്ല ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഡ്യൂ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഏത് ചിത്രം വിജയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ഇത് പലപ്പോഴും തോന്നും അതിവിനയം കൊണ്ട് പറയല്ല, ദാറ്റ്സ് എ ഫാക്ട്. ഈ ഞാനൊരു ചിത്രത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ജഗദീഷായിട്ട് തന്നെ ഇപ്പോൾ രേഖാചിത്രത്തിൽ വന്നു, അത് നന്നായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അതിന് സംവിധായകൻ ജഗദീഷ് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി കഥാകൃത്തും സംവിധായകനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജഗദീഷിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ കഥാപാത്രത്തിലൂടെ. ആ ക്ലൈമാക്സിൽ ആരാണ് നായിക എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക അതിൽ ഒളിപ്പിച്ചിട്ടുള്ള സസ്പെൻസ് എന്താണെന്ന് അറിയാനാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയത്. അവിടെ അഡീഷണലി ഞങ്ങൾക്ക് കിട്ടിയ ബോണസ് ജഗദീഷിന്റെ സസ്പെൻസ് കൂടെ കിട്ടി. അത് കറക്റ്റ്. അതെ, ഞാനായിട്ട് വന്നു. അത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ രേഖാചിത്രം. കാരണം വെച്ചാൽ വേറൊരു കഥ പറയുകയും ചെയ്യണം അവിടെ. അതെ 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 അത് അതിൽ ആത്മകഥാപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. മുത്താരംകുന്നിന്റെ കഥാകൃത്ത് ഞാനാണെന്നുള്ള പലരും അറിയുന്ന ഇപ്പോഴാണ്. സിനിമയെ തന്നെ പറയാണ്, അല്ല സിനിമയിലൂടെ തന്നെ പറയാണ്. മാത്രമല്ല ആ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ ആദ്യം വോയിസ് ഓവറിലാണ് പറയുന്നത്, ഞാൻ ജഗദീഷാണ് എന്നോ കേട്ടിട്ട്, ഏത് ജഗദീഷ്,
ഫിലിം ആക്ടർ ജഗദീഷ് എന്ന് പറയുമ്പോൾ എന്നെ കാണിക്കുന്നത്. അപ്പൊ തിയേറ്ററിൽ ഒരു ചെറിയൊരു ആ ഒരു ഇളക്കം ഉണ്ടല്ലോ. അത് അല്ല, ആ ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമീപകാലങ്ങളിൽ ഒരു ഈ പറഞ്ഞ റോളുകളിൽ വന്ന വലിയൊരു മാറ്റം കൂടി ഒരു ഭയങ്കര കാര്യമായിട്ട്. തീർച്ചയായിട്ടും അതായിരിക്കും. അതിനാണെങ്കിൽ തന്നെയും എനിക്ക് ഈ മീഡിയയിലൂടെയൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇപ്പോൾ ഇത് പറയുന്നത് എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടുള്ള കടപ്പാടല്ല. മോശമാണെങ്കിൽ മോശം പറയണം. ഇത്രയും നല്ലതെന്ന് പറയുമ്പോൾ തന്നെ ചില റിവ്യൂവേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരു പരിവുമില്ല. ഒരു 90% ജഗദീഷ് ഗംഭീരമായി നന്നായിട്ട് കൈകാര്യം ചെയ്തെന്ന് പറയുമ്പോൾ ഒരു 10% ജഗദീഷാണ് ആ റോള് പരാജയപ്പെടുന്നത്. എനിക്ക് ഒരു ദേഷ്യമില്ല. അത് അയാൾക്ക് തോന്നിയതായിരിക്കും. നമുക്കിപ്പോൾ എല്ലാ ചിത്രവും ഇഷ്ടപ്പെടുമോ? ഇല്ല. നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില ചിത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമല്ലോ. അപ്പോൾ അവർക്ക് തോന്നിയ അതാണ് ജഗദീഷ് അല്ല ആ റോള് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വേറെ ആക്ടറുടെ പേര് വരെ പറയും. അത് കേട്ടിട്ട് നമ്മൾ അല്പം വിഷമം തോന്നും. ഇല്ല, അതൊന്നുമില്ല. എത്രയായാലും മനുഷ്യരല്ലേ. സീരിയസ് റോളിലേക്കാണ് ചാക്കോച്ചൻ ഈ പറഞ്ഞതിലെ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ കൂടുതലായി കാണുന്നത് എല്ലാവരും പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഒരു സക്സസ്സിന് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അതൊരു കംഫർട്ട് സോണാണ് കരുതുകയാണ്. ഇപ്പം രാജീവിന് ശേഷമുള്ള ചാക്കോച്ചൻ്റെ സെലക്ഷൻ നോക്കി കഴിഞ്ഞാലും ഒരേ മോഡലൊന്നും പിടിക്കുന്നില്ല. ഞാൻ തിയേറ്റർ സക്സസ് ഓർ ഫെയിലിയർ എന്നുള്ളതിന് പകരം റിപ്പീറ്റ് ചെയ്യണ്ട എന്നുള്ളത് സംഗതിയാണല്ലോ. ഇപ്പം ഈ പോലീസ് റോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും മുൻപ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലൊരു ഷെയ്ഡ് പോലും വേണ്ട ഈ ക്യാരക്ടറെന്ന് തീരുമാനിക്കുകയാണല്ലോ. ഇത് സമയത്ത് ഓരോ സിനിമയും ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമ തുടങ്ങുന്ന ദിവസം മുതൽ തീരുന്ന ദിവസം വരെ പുതിയതാണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വന്തം കംഫർട്ട് കൂടി ശരിക്കും നഷ്ടപ്പെടുത്തുകയാണല്ലോ ചെയ്യുക. അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഒന്ന്, ഈ നമ്മളൊരു സക്സസ് ഫോർമുല എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ദൈവം തമ്പുരാൻ ഒരു അറിയാമെന്ന് എനിക്ക് തന്നെ ഡൗട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഫോർമുല ഇല്ല. അങ്ങനത്തെ ഒരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അഞ്ചാം പാതിര പോലൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ച് അത് വിജയിക്കില്ല, അല്ലെങ്കിൽ എന്നാത്താം കേസോട് വിജയിക്കില്ല. ഫോർ എക്സാമ്പിൾസ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇതെല്ലാം ഫോർമുലകളെ ബ്രേക്ക് ചെയ്ത സിനിമകളാണ്. അതായത് സിനിമയുടെ ഒരു പറച്ചിലിൻ്റെ രീതിയാണെങ്കിലും അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ പുതിയതായിട്ട് എന്ത് ആൾക്കാരിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, അത് കഥാപരമായിട്ടും അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം എല്ലാ ആക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മലയാള സിനിമ മറ്റ് ഭാഷാ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടാകുന്നത്, ഏറ്റവും മികച്ച പെർഫോമേഴ്സ് ഉണ്ടാകുന്നത്. നമ്മൾ അതായത് എഴുതിത്തള്ളിയ ആൾക്കാർ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളുമായിട്ട് സിനിമകളുമായിട്ട് വരികയാണ്. അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇത് എഴുതിത്തള്ളിയ അത് ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ പിന്നീട് ആ സിനിമ കണ്ടിട്ട് ഇത് കലക്കി, ഇയാൾ കലക്കി അല്ലെങ്കിൽ സിനിമ കലക്കി എന്ന് പറയുന്ന രീതിയിലോട്ട് അങ്ങനത്തെ ഒരു ഏർജ് ഭയങ്കരമായിട്ട് നമ്മുടെ ആക്ടേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും ടെക്നീഷ്യൻസിൻ്റെ ഇടയിലാണെങ്കിലും ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിലായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ നല്ല സിനിമകൾ വരുന്നതും സംഭവിക്കുന്നതും ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്നതും. എനിക്ക് തോന്നുന്നു ഡിഫറൻസ് ഓഫ് കണ്ടന്റ് തന്നെയാണ് ഒരു സക്സസ് ഫോർമുല എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തിയേറ്ററിക്കൽ റിട്ടേൺസിനേക്കാൾ കൂടുതൽ അത് തിയേറ്ററിക്കൽ റിട്ടേൺസ് ചിലപ്പോൾ ഒരു ബോണസ് ആയിരിക്കും. പക്ഷെ അതിനപ്പുറം ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഏതെല്ലാം രീതികളിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു അന്വേഷണവും ഒരു ശ്രമവും നമ്മുടെ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ തെളിവുകളാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം ഹിറ്റുകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഹിറ്റുകൾ മലയാള സിനിമയിൽ ഉണ്ടാകാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ഓഫീസർ എന്നുള്ള സിനിമയിലെ ഹരീഷ് ശങ്കറിൻ്റെ ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പോലീസ് വേഷങ്ങളെക്കാളും വ്യത്യസ്തമാണ് എന്ന് എനിക്ക് ഉറപ്പോടെ പറയാനായിട്ട് സാധിക്കും. കാരണം അതിനുള്ള ഒരു സ്ട്രോങ് ടീം കൂടെയുണ്ട്. അല്ലെങ്കിൽ കഥയും കഥാപാത്രത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മനീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിനിമയും വേറൊരു സിനിമയും അല്ലെങ്കിൽ ഒരു കഥാപാത്രവും മറ്റൊരു കഥാപാത്രവും നമ്മൾ ഏതെല്ലാം രീതിയിൽ വ്യത്യസ്തമാക്കാനായിട്ടുള്ള ശ്രമം, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പം ഞങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പം ജഗദീഷ് ചേട്ടനാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആക്ടറിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡി തന്നെയാണ്. ജഗദീഷ് ചേട്ടനെ നമുക്ക് അന്നും ഇന്നും കാണുമ്പോൾ ഇതേപോലെ തന്നെ ഫിറ്റ് ആൻഡ് എന്താ പറയുക ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീൻ നമുക്ക് അറിയാവുന്നതാണ്. കറക്റ്റ് സമയത്ത് രാവിലെ എണീക്കും, നടക്കും, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും. ആ രീതിയിലെല്ലാം വളരെ കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതും കഥാപാത്രങ്ങളായിട്ട് മാറാൻ വേണ്ടി അത് ആ
ശരീരം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ അത് ആ ഒരു ഫ്രീഡം ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു രീതിയിൽ ഞാനും ചെയ്യുന്നുണ്ട്. ബാക്കി പലരും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു എക്സൈറ്റിംഗ് ഫേസ് തന്നെ. ക്വാളിറ്റിക്ക് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ഉള്ളതിൻ്റെ പ്ലസ് തന്നെയാണത്. അപ്പോൾ ഓഫീസറിലൂടെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ചാക്കോച്ചൻ്റെ ലൈൻ ഫോളോ ചെയ്യുന്നൊന്നും പറയണ്ട, സമാന്തരമായിട്ട് തന്നെ ഞാനും ആലോചിക്കുന്ന കാര്യം, ചാക്കോച്ചന് പടങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ചാക്കോച്ചൻ ഇന്നും നല്ല സംവിധാനം അങ്ങോട്ട് വിളിച്ച് നമുക്ക് ചെയ്യണ്ടേ ചോദിക്കുന്നുണ്ട്, ഞാനും ചോദിക്കുന്നുണ്ട്. ഓഫീസറിൽ ഈ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങളും അവരുടെ ജോലി സ്ഥലത്തുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട്, കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട്, ഒരു ഇന്റൻസ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ചാക്കോച്ചൻ, ഫഹദ് രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് വർക്ക് ചെയ്യുന്നത്. ആ സിനിമയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ എന്താണ് പറയാവുന്നത്?